ഇവിടെ ഇപ്പോൾ 4 മണി കഴിഞ്ഞ സമയമാണ്. നല്ല ഒരു മഴ തകർത്ത് പെയ്ത് കഴിഞ്ഞു. സോ ദ വെദർ ഈസ് സോ ഗുഡ്, കാം, ക്വയറ്റ്, നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു വെദർ. മോർ ഓവർ ദിസ് ഈസ് ബീച്ച് സൈഡ്. അപ്പം കൂടുതലൊന്നും പറയണ്ടല്ലോ. Hey everyone, welcome to Glass House Boho and K Beach Club. പട്ടയ സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 11 കിലോമീറ്റേഴ്സ് ഇൻസൈഡിലായിട്ടാണ് ഇത് കാണുന്നത്. സോ ഇത് ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വൺ ഈസ് എ റെസ്റ്റോറൻറ്റ്, ദ അതർ വൺ ഈസ് എ ബീച്ച് ക്ലബ്. The Glass House Boho. This is the entrance to the Glass House Boho. At first we were a bit confused as it is usually not very narrow. ഞങ്ങൾക്ക് ആദ്യം ഇങ്ങോട്ട് കയറാൻ തന്നെ ഡൗട്ടായിരുന്നു. നമ്മൾ കയറുന്നത് ഇതിൻ്റെ എൻട്രൻസ് ആണോ അല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ടിലാണ് കയറിയത്. എനിവേ ദിസ് ഈസ് ദ എൻട്രൻസ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് അതിൻ്റെ റിസപ്ഷൻ ഏരിയയാണ്. റിസപ്ഷൻ്റെ റൂഫാണ് ഇവിടെ ഒത്തിരി വ്യത്യാസമായിട്ട് കാണുന്നത്. നല്ല ഒരു തണുത്ത ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. അവർ അതിനകത്ത് ബീച്ചിൻ്റെ എല്ലാ വൈബും വരുത്തിയിട്ടുണ്ടായിരുന്നു. Yeah, with different decorations and antiques based on the beach and different cultures. ഓക്കെ, ഞങ്ങൾ ഓരോ ഏരിയയിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കി. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ആ ഒരു ബോഹോ സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത്. ബോഹോ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഫ്രീ സ്റ്റൈലാണ്. ഇപ്പോൾ ഇവിടെ തായ്ലൻഡിൽ ടൂറിസ്റ്റ് ഇത്തിരി കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ സീസണാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല പീക്കായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രയർ റിസർവേഷൻ എടുത്തിട്ട് വരുന്നതായിരിക്കും നമുക്ക് നല്ലത്. സോ നമുക്ക് സീറ്റ് അവൈലബിൾ ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല ആ ടൈമിലൊന്നും. ഇത് ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പ്രിഫേർഡ് ആയിട്ടുള്ളത് ഔട്ട്ഡോർ സിറ്റിംഗ് ആയിരുന്നു. ബട്ട് ഞങ്ങൾ വരുന്നതിന് കുറച്ച് മുന്നേ നല്ല രീതിയിലൊരു മഴ പെയ്തുകൊണ്ട് ആ ഏരിയ ഒന്ന് ഡ്രൈ ആവേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ട് ഇൻഡോറിലൊന്ന് വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഞാനും മോനും കൂടെ നിങ്ങൾക്കായിട്ട് ഇതെല്ലാം ഒന്ന് എടുത്തതാണ്. നല്ല രസം കേട്ടോ. ഈവനിങ് ആയി കഴിയുമ്പം എല്ലാവരും അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ നടക്കും. സോ ടൂറിസ്റ്റായിട്ട് വരുമ്പം നമ്മുടെ കയ്യിൽ ഓൺ വെഹിക്കിൾസ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് വരാനൊക്കെ പറ്റുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വേ ഓഫ് ടാക്സി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മോർ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഗ്ലാസ് ഹൗസിൽ നിന്ന് നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ തന്നെ കേവ് ബീച്ച് ക്ലബിലോട്ടും പോകാം. ബോത്ത് ആർ ദ സെയിം. അവിടെ നമുക്ക് തരുന്ന ഫുഡൊക്കെ തന്നെ രണ്ടിടത്തെയും ഏകദേശം ഒരേ ഇതിലുള്ളതാണ്. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ ഇച്ചിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പം നമ്മളുടെ ആ പറഞ്ഞു വെച്ച ഏരിയ ഫ്രീ ആയിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഇനി അവിടോട്ട് പതുക്കെ മൂവ് ചെയ്യുകയാണ്. So we ordered some desserts and some meatballs and smoothies. Yeah. It was overall very good. Yeah. Except it wasn't that sweet because the sugar is a bit balanced, so it's very good. Yeah, ഡെസേർട്സിനൊക്കെ ആണെങ്കിലും നല്ല ഒരു ഡിഫറെൻ്റ് ഇതാണ്. ഐ തിങ്ക് നമുക്ക് ഒത്തിരി ഷുഗറോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നല്ല ഇതായിരുന്നു. പിന്നെ ഇത്തിരി എക്സ്പെൻസീവാണ് കേട്ടോ. പിന്നെ ഈ ഏരിയയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല ഏരിയ ആണ്. പിന്നെ ഇതാണ് ആ കേവിൻ്റെ എൻട്രൻസ്.
So this is the interior inside the Cave Beach Club. It is filled with different antiques based on different cultures near the beach side. It is so beautifully designed. കുട്ടികളെ സംബന്ധിച്ച് പട്ടയ എന്ന് പറയുമ്പോൾ മോർണിംഗ് ടൈമിൽ അവരുടേതായ കുറേ ആക്ടിവിറ്റീസ് കാണും. സ്പോർട്സ് ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസ്, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് ഈവനിങ് അത്ര വൈബുള്ളതാവാറില്ല. ബട്ട് ദിസ് ടൈം ദേ എൻജോയ്ഡ് വെരി വെൽ. അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വെൻ യു ആർ വിസിറ്റിംഗ് തായ്ലൻഡ് മറക്കാതെ തന്നെ ഇവിടെ വരാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിഹാൻസ് റെസിപ്പീസ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.